നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണല്ലേ ലൈഫിൽ സംഭവിക്കുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇടുന്നതാണ് കേട്ടോ. ആക്ച്വലി 2 മാസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല. കുറേയധികം പ്രശ്നങ്ങളിൽ കൂടെയും വിഷമങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയൊരു മാസമായിരുന്നു കഴിഞ്ഞ 2 മാസം എന്ന് പറയുന്നത്. അച്ഛന് സുഖമില്ലാതാവുകയും അച്ഛൻ നമ്മളെയൊക്കെ വിട്ടു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നൊരു സമയമായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 മാസത്തിന് ശേഷം ഞാൻ ബാക്ക് ടു വീഡിയോ ഒക്കെ ഇടാം, നോർമലായിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ച്. ഇത് ശരിക്കും ഒരു ഏർണിങ്സ് എന്നതിനേക്കാൾ ഉപരി എനിക്ക് ഒരു ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടാനും വീഡിയോ ചെയ്യാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബാക്ക് ടു നോർമലിലോട്ട് വരാം, ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ നാളുകളായിട്ട് വീഡിയോ ഒക്കെ ഒഴിവാക്കി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഭയങ്കര റിലീഫാണ്. നമ്മൾ കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്ന് ചെയ്യുക. അച്ഛൻ പോയ സമയത്തൊക്കെ എനിക്ക് ശരിക്കും ആ ഒരു വിഷമമൊക്കെ മറക്കാനോ അല്ലെങ്കിൽ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് മാറ്റി വേറെ വേറെ കാര്യങ്ങളിലോട്ട് മാറ്റി വിടാനും ഒക്കെ ഈ സ്കൂളിൽ പോകുന്നതുകൊണ്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും വേറൊരു ജോലി അപേക്ഷിച്ച് കുട്ടികളുടെ കൂടെ സമയം ചിലവഴിക്കുന്നത് ശരിക്കും വളരെ മൈൻഡ് നല്ല റിലാക്സ് ആക്കി വെക്കാനായിട്ടൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്, പക്ഷെ കുട്ടികളൊന്നുമില്ല. കുട്ടികളൊക്കെ എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളൊരു പേപ്പർ വാല്യുവേഷനും പിന്നെ നമ്മളുടെ ഈ റിപ്പോർട്ട് കാർഡ് റെഡിയാക്കലും അങ്ങനെ അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ തന്നെ ഇരിക്കുന്നൊരു സമയമാണ്. കുട്ടികൾ പോയി കഴിഞ്ഞാൽ നോർമലി ടീച്ചേഴ്സ് മാത്രമായിട്ടൊരു ജൂൺ എൻഡ് വരെയൊക്കെ വർക്ക് ചെയ്യുന്നൊരു സമയമാണ് കേട്ടോ. ആ ഒരു ടൈമിങ്ങിൽ നമ്മൾക്ക് ചെയ്യാനുള്ള ജോലികൾ ചെയ്ത് തീർക്കുക, നമ്മളുടെ കുട്ടികളുടെ പേപ്പറൊക്കെ നോക്കുക, റിപ്പോർട്ട് കാർഡൊക്കെ ഉണ്ടാക്കുക, അവരുടെ പെർഫോമൻസ് റെക്കോർഡൊക്കെ ഉണ്ടാക്കുക, അതുപോലെ നമ്മുടെ സ്റ്റേഷനറിയും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീനാക്കി ഫുള്ള് ക്ലാസ്സൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വോളിൽ നിന്ന് എടുത്തിട്ട് നമ്മളെല്ലാം സെക്യൂറായിട്ട് മാറ്റി വെക്കും കേട്ടോ. ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെയാണ് ഒരു 1 വീക്ക് ഉണ്ടാകുക. ജോലി കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വരും കേട്ടോ. തിരിച്ച് വരുന്ന സമയത്ത് നല്ല ചൂടാണ്, അതാണ് ഒരു കുടയൊക്കെ പിടിച്ച് വരുന്നത്. അതിന് ശേഷം വീട്ടിൽ വന്ന് ഞാൻ അമ്മയായിട്ട് കുറച്ച് നേരം സംസാരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലഞ്ചൊക്കെ റെഡിയാകും. ഉച്ചയ്ക്ക് വന്നിട്ടുള്ള ലഞ്ചൊക്കെ ഒരു പെട്ടെന്നൊരു ആക്കിക്കൂട്ടലാണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. ചില കറികളൊക്കെ തലേദിവസത്തെ ഉണ്ടായിരിക്കും, ചിലതൊക്കെ പെട്ടെന്നൊന്ന് റെഡിയാക്കി കൂട്ടിയെടുക്കും. ചോറൂണൊക്കെ കഴിഞ്ഞ് ഞാനും ഗുഡും കൂടെ കുറച്ച് സമയം കളിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നൊരു സമയമുണ്ട്. ആ ഒരു സമയത്ത് മോനും സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് TV കാണുന്നൊരു സമയമുണ്ട് കേട്ടോ. അവനും കുറച്ച് സമയം TV കാണും. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഒന്ന് കിടന്നുറങ്ങും. അതിനുശേഷം എഴുന്നേറ്റ് ഞാനൊരു കാപ്പിയൊക്കെ ഇട്ട് കുടിക്കും കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് തലവേദന പോകാനും അങ്ങനെ ഒരു ഭയങ്കര മൈൻഡ് റിഫ്രഷ് ആകുന്നൊരു സാധനമാണ് കടുങ്കാപ്പി. അതെല്ലാം കുടിച്ച് കുറച്ച് നേരം വർക്ക് ചെയ്തു. രാത്രിയായപ്പോൾ ഒട്ടും ഒരു മൂഡ് തോന്നിയില്ല. ആ ഒരു സമയത്ത് ഞാൻ ചെറിയൊരു സാലഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഇന്നത്തെ